നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മൃതശരീരം ഏറ്റുവാങ്ങി മഹാസമാധിയായി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് USDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശരീരം ഏറ്റുവാങ്ങി നെയ്യാറ്റിങ്കര നിംസിൽ മോർച്ചറിയിൽ സൂക്ഷിക്കും. ആചാരപ്രകാരം മഹാസമാധി നടത്തുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖർ വ്യക്തമാക്കി. വലിയ ചടങ്ങായിട്ടാണ് നടത്തുക. ഒരു സാധുവിന് നേരിട്ട അവഹേളനത്തിനുള്ള പ്രായശ്ചിത്തം കൂടിയാണിത്. ഭൗതികദേഹം ജനാവലി ഏറ്റുവാങ്ങും. ഉചിതമായ രീതിയിൽ സംസ്കരിക്കും. വിവിധ മഠാധിപന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും മഹാസമാധി നടത്തുകയെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. പരിശോധനകളിൽ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന പ്രാഥമിക റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വീണ്ടും സമാധിയിരുത്തൽ തീരുമാനിച്ചത്. അച്ഛന്റെ മഹാസമാധിക്ക് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മകൻ സനന്ദൻ ആവശ്യപ്പെട്ടു. കുടുംബം പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി വേണമെന്നും സനന്ദൻ ആവശ്യപ്പെട്ടു. രാവിലെയാണ് ഗോപൻ സ്വാമിയുടെ സമാധിയിലെ സംശയങ്ങൾ പരിശോധിക്കാനും ഉറപ്പുവരുത്താനും പോലീസ് മൃതശരീരം പുറത്തെടുത്ത് പരിശോധിച്ചത്. വീട്ടുകാർ പറഞ്ഞതുപോലെ ഭസ്മവും കർപ്പൂരവും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ നെഞ്ചുവരയിട്ട് ചമ്രം പടഞ്ഞ് ഇരിക്കുന്ന നിലയിലായിരുന്നു ശരീരം. വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഗോപൻ സ്വാമി. കഴിഞ്ഞ ദിവസം മക്കൾ വഴിയിൽ പോസ്റ്റർ പതിച്ചതോടെയാണ് സമാധി വിവരം നാട്ടുകാർ അറിഞ്ഞത്. അച്ഛൻ സമാധിയായെന്നും സമാധി സ്ഥലം മറവ് ചെയ്തുവെന്നും ആയിരുന്നു മക്കളുടെ മറുപടി. സമാധിയാകുന്ന സമയം അച്ഛൻ മുൻപേ മനസ്സിലാക്കിയിരുന്നുവെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്നും ഇളയ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇവരുടെ വാക്കുകൾ വിശ്വാസമില്ലെന്ന പരാതികളെ തുടർന്നാണ് സമാധി പൊളിച്ച് ശരീരം പുറത്തെടുത്തത്.